എടവിലങ്ങിൽ വീടാക്രമണം ബിജെപിയെയും നേതാക്കളെയും അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് ബിജെപി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. ഭരണത്തിന്റെ തണലിലിരുന്ന് ജാതികളെ കൂട്ടുപിടിച്ച് എടവിലങ്ങിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി എടവിലങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി രംഗത്തെത്തി. ഇത്തരത്തിൽ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് എടവിലങ്ങിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് RB സന്തോഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പോലീസ് അധികാരികളോട് ആവശ്യപ്പെട്ടു. എടവിലങ്ങിലെ വീടാക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ബിജെപിയെയും നേതാക്കളെയും അപകീർത്തിപ്പെടുത്താനുള്ള CPMന്റെ ശ്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും അല്ലാത്ത പക്ഷം ബിജെപി ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി. എടവിലങ്ങിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുപോയത്, അതിനുശേഷം ചില ജിഹാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ തന്നെ പുത്തങ്കാട്ടിൽ പ്രതാപൻ എന്ന് പറയപ്പെടുന്ന ഒരാളുടെ വസതിക്ക് നേരെ കല്ലെറിഞ്ഞുകൊണ്ട് ഈ എടവിലങ്ങ് പഞ്ചായത്തിൽ ജനങ്ങളുടെ സമാധാനവും സൗകര്യവും കെടുത്താൻ വേണ്ടിയിട്ട് LDFന്റെ പണം പറ്റിയ ചില കിങ്കരന്മാർ നടത്തുന്ന ഈ കുൽസിത ശ്രമങ്ങൾ അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെയും പാർട്ടിയുടെയും തലയിൽ കെട്ടിവെച്ച് BJPക്കെതിരെ ശക്തമായ പ്രതികരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്നത്. നമുക്കറിയാം, നമ്മുടെ ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ കഴിഞ്ഞ ജനുവരിയിൽ സൗത്ത് ജില്ലയുടെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഈ എടവിലങ്ങ് പഞ്ചായത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ SDPI പോലുള്ള സംഘടനകളിൽ പെട്ടിട്ടുള്ള DYFI, CPM, SFIയിൽപ്പെട്ട ആളുകൾ നിരന്തരമായിട്ട് നമ്മുടെ പ്രിയങ്കരനായ ശ്രീകുമാറിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇവിടെ ഈ റോഡിൽ ഒരു പ്രകടനം നടന്നു. ആ പ്രകടനത്തിൽ ശ്രീകുമാറിൻ്റെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് വളരെ അതിക്ഷേപകരമായ രീതിയിലുള്ള പ്രസംഗങ്ങളും അതുപോലെ തന്നെ മുദ്രാവാക്യങ്ങളും നടന്നത്. എന്താണ് ശ്രീകുമാറിനോട് നിങ്ങൾക്ക് ഇത്ര ചൊറിച്ചിൽ? എന്താണ് ചൊറിച്ചിലിന് കാരണം? ഈ എടവിലങ്ങ് പഞ്ചായത്തിലെ നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 10 സീറ്റുകൾ LDF നേടിയതെങ്കിൽ നമുക്കറിയാലോ CPM, CPI, ലീഗ്, കോൺഗ്രസ്, SDPI, PFI, ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി എന്നീ എല്ലാ പാർട്ടികളുടെയും ഉൽപ്പന്നമാണ് ഈ 10 മെമ്പർമാർ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ 10 മെമ്പർമാർ വിജയിച്ചുകൊണ്ട് എല്ലാ ഉൽപ്പന്നങ്ങളും കൂടിയിട്ടുള്ള ഒരു ഭരണമാണ് എടവിലങ്ങ് പഞ്ചായത്തിൽ. ഞങ്ങൾക്കറിയാം, ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു പഞ്ചായത്താണ് എടവിലങ്ങ് പഞ്ചായത്ത്. ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ഇവർ രണ്ടു കൂട്ടരും LDFും UDFും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും PFIയും SDPIയും അതുപോലെ CPMും CPIയും എല്ലാവരും കൂടിക്കൊണ്ട് ചില വാർഡുകളിൽ BJP സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി. 7ാം വാർഡിൽ അതുപോലെ തന്നെ 4ാം വാർഡിൽ ഉൾപ്പെടെയുള്ള വാർഡുകളിൽ പരസ്പരം കോൺഗ്രസുമായിട്ട് അല്ലെങ്കിൽ ലീഗുമായിട്ട് അല്ലെങ്കിൽ SDPIയുമായിട്ട് സഹകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് ആ വാർഡുകളിൽ അല്ലെങ്കിൽ UDFന് ആ വാർഡുകളിൽ എത്ര വോട്ടുകളുണ്ട് എന്ന് ഇവിടുത്തെ CPM പരിശോധിക്കണം. രാകേഷ് മത്സരിച്ച വാർഡിൽ കേവലം 26 വോട്ടുകളാണ് അവിടെ കോൺഗ്രസ് കിട്ടിയത്. 6 വോട്ടിനാണ് രാകേഷ് പരാജയപ്പെട്ടത്. KK ഉണ്ണികൃഷ്ണൻ പരാജയപ്പെട്ടത് കേവലം 13 വോട്ടിനാണ്. അവിടെ UDFന്റെ വോട്ടിൻ്റെ വിഹിതം 31ആണ്. അങ്ങനെ ഈ എടവിലങ്ങ് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ BJPയെ പരാജയപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള കുൽസിത ശ്രമങ്ങൾ അവർ നടത്തി. കാരണം എന്താ, ഈ എടവിലങ്ങ് പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിലെ ചില മുസ്ലിം നാമധാരികൾ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ പാർട്ടിയിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ പോലും
അവർ BJP പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് UDF-ൻ്റെയും LDF-ൻ്റെയും ആ കിങ്കരന്മാരുടെ വാക്ക് കേട്ടുകൊണ്ട് മുനിസിപ്പാലിറ്റിയിലും ഈ എടവിലങ്ങ് പഞ്ചായത്തിലും പല വാർഡുകളും അവർ പരസ്പരം സഹായിച്ചുകൊണ്ട് ആ LDF-ൻ്റെയും അല്ലെങ്കിൽ UDF ആരാണോ BJP-ക്കെതിരെ വിജയിക്കാൻ സാധ്യതയുള്ളത് അത് UDF ആണോ LDF ആണോ എന്ന് നോക്കിക്കൊണ്ട് അവർക്ക് എല്ലാ വോട്ടുകളും മുസ്ലിം സമുദായത്തിലെ എല്ലാ വോട്ടുകളും ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് ആണ് പല വാർഡുകളും BJP-യെ പരാജയപ്പെടുത്താൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുള്ളത്. നമുക്കറിയാം എടവിലങ്ങ് പഞ്ചായത്തിൽ കോൺഗ്രസിന് ഒരു സീറ്റുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കണം, ഈ 16 സീറ്റ് ഒരു സീറ്റ് പോലും കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചിട്ടില്ല, UDF-ന് ജയിക്കാൻ സാധിച്ചിട്ടില്ല. എന്താ കാരണം? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം UDF ഈ തെരഞ്ഞെടുപ്പിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ എന്തുകൊണ്ട് എടവിലങ്ങ് പഞ്ചായത്തിൽ UDF-ന് ഒരു സീറ്റ് പോലും കിട്ടാൻ സാധിച്ചില്ല? അതിവിടുത്തെ കോൺഗ്രസ്സുകാർ ജനങ്ങളോട് മറുപടി പറയണം. നിങ്ങൾ വോട്ട് അവിടെ പോയി, ആ വോട്ട് നിങ്ങൾ LDF-ന് കുത്തിക്കൊണ്ട് BJP-യെ പരാജയപ്പെടുത്തി. ഈ പരാജയം കൊണ്ടൊന്നും ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ പുറകോട്ട് പോകും എന്ന് നിങ്ങൾ കരുതണ്ട. സ്വാഭാവികമായി ഇത്തരത്തിലുള്ള ഒരു ആ വീട് പൊളി എന്ന് പറഞ്ഞുകൊണ്ട് ഈ എടവിലങ്ങ് പഞ്ചായത്തിൽ BJP അക്രമങ്ങൾ നടത്തുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അക്രമം നടത്തുന്ന പാർട്ടിയാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഈ കുൽസിത ശ്രമം ഒരിക്കലും വിലപ്പോവില്ല. ഇത് ഭാരതീയ ജനതാ പാർട്ടി തലയിൽ കെട്ടിവെക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ പല പൊളികൾക്കും ഈ മേഖലയിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. നിങ്ങളറിയോ, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സുഹൃത്തത്തിൽ ഒരു കാറും ഒരു മോട്ടോർ സൈക്കിളും കത്തിച്ചില്ലേ? അതുപോലെ ഞങ്ങളുടെ വലിയവർമ്മ ഉണ്ണിയുടെ വീട്ടിൽ ബുള്ളറ്റ് കത്തിച്ചില്ലേ? ആലയിൽ പഴയ ക്ലബിൻ്റെ അവിടെ നിങ്ങൾ തീയിട്ടില്ലേ? അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ എത്രയോ തീയിട്ട് എത്രയോ വാഹനങ്ങൾ കത്തിച്ചു. അവിടെയൊക്കെ നിങ്ങൾ പോലീസുകാർ അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തിയിട്ടില്ല. ഇതൊക്കെ ഈ ഇരുട്ടിൻ്റെ മറവിൽ ചെയ്യുന്ന CPM-മാരും SDP-ക്കാരും ഈ നാട്ടിലെ മുസ്ലിം തീവ്രവാദികൾ ഉൾപ്പെടെയുള്ള ഈ LDF-ലെ UDF-ലെ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് പോലീസിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതും അത്തരത്തിൽ ഈ മേഖലയിലുള്ള സമാധാനം ഭാരതീയ ജനതാ പാർട്ടി പരാജയപ്പെട്ടപ്പോൾ അതിൽ നിന്നും മാനസിക വിഭ്രാന്തി ഉണ്ടായിട്ടാണ് ഈ വീട് തകർക്കുന്നതെന്ന് ചില CPM-മാർ പറഞ്ഞു. അത് അവരുടെ നിലയാണ്. ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വളരെ ശാന്തമായിട്ട് നേരിട്ട ആളുകളാണ്. ഞങ്ങൾ ജനങ്ങളോട് മറുപടി പറഞ്ഞ ആളുകളാണ്. കാരണം എന്താ, ഇന്ത്യ രാജ്യം കഴിഞ്ഞ 11 കൊല്ലക്കാലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് BJP. ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ, PS അനിൽകുമാർ, പ്രിൻസ് തലാശ്ശേരി, സെൽവൻ മണക്കാട്ടുപടി, KL അശ്വന്ത്, MA ഹരിദാസ്, രാജേഷ് വെങ്കിടങ്ങി എന്നിവർ സംസാരിച്ചു.